തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ട് ചോരിയെ പറ്റി നടത്തിയ പത്രസമ്മേളനത്തെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? തൃപ്തികരമാണോ? സി വോട്ട് ചോരിയെ കുറിച്ചും വോട്ട് ചോരി അതൊരു ക്യാമ്പയിന്റെ പേരാണ്. നമ്മൾ വോട്ട് ചോരി എന്ന് പറയുമ്പോൾ നമ്മൾ വോട്ട് ചോരി ആയി എന്ന് സമ്മതിക്കുകയാണ്. ആക്ച്വലി അതൊരു ലോഡഡ് ക്വസ്റ്റ്യൻ ആണ് ബേസിക്കലി. ബേസിക്കലി ഫാക്ട് ബേസ്ഡ് പൊളിറ്റിക്സ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ ന്യൂനതകൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനതുമായിട്ട് ഒഫീഷ്യലായിട്ട് തന്നെ ബന്ധപ്പെട്ട ഒരു 10-18 ഇലക്ഷന്റെ ഭാഗമായിട്ടിരിക്കുന്ന ഒരു വ്യക്തി ആയിട്ടുള്ള വ്യക്തി എന്ന നിലയിൽ എനിക്ക് പറയാൻ കഴിയും, തീർച്ചയായിട്ടും ഉണ്ട്. ഏതൊക്കെ തലങ്ങളിൽ ക്രമക്കേടുകൾ നടക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് ചില സ്ഥലങ്ങളിലും ന്യൂനതകളാണ്, ചില സ്ഥലങ്ങളിൽ ക്രമക്കേടുകളാണ്. ഇനി വോട്ടേഴ്സ് ലിസ്റ്റിനെ കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത്. പിന്നെ ആദ്യം EVM കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. EVM കുറിച്ച് ഞാൻ 1-2 ലൈവ് ചെയ്തിട്ടുണ്ട്. അത് പുറത്തുനിന്ന് സ്വാധീനിക്കാനുള്ള സാധ്യതയെക്കുറിച്ചൊക്കെ ഞാൻ വളരെ ഇതായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് ആദ്യം EVM അഭിപ്രായം ഉന്നയിച്ച കക്ഷി BJP ആയിരുന്നു. അവരുടെ പുസ്തകം തന്നെ അവരുടെ പബ്ലിക്കേഷൻ മാനേജർ പുറത്താക്കിയിരുന്നു. അതിനകത്തെ പ്രൊപ്പഗാൻഡ ഒരു നരസിംഹറാവു അദ്വാനിയാണ് അത് റിലീസ് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് കാര്യം 2 ഇലക്ഷൻ തോറ്റപ്പോൾ BJPക്ക് അങ്കലാപ്പായി, വോട്ടേഴ്സ് മിഷൻ എന്തോ പ്രശ്നമായി. പിന്നെ 2 ഇലക്ഷൻ തോറ്റപ്പോൾ കോൺഗ്രസിന് പ്രശ്നമായി, വോട്ടേഴ്സ് മിഷൻ എന്തോ പ്രശ്നമായി. അത് പിന്നെ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഓരോരോ ആരോപണങ്ങൾ അവിടെ ഇവിടെ ഉന്നയിക്കുന്നുണ്ട്, ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ ഞാൻ ഇനി അതിന് പകരം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പർ ബാലറ്റിലേക്ക് വരണമെന്നാണ്. പേപ്പർ ബാലറ്റിലേക്ക് വന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് സത്യത്തിൽ ട്രംപും പറയുന്ന കാര്യമാണ്. നമ്മളുടെ മറ്റു രാജ്യങ്ങളുമായിട്ട് നോക്കുമ്പോൾ നമ്മളുടെ ഇലക്ഷൻ ഈ വോട്ടിംഗ് പ്രത്യേകിച്ച് ഇത്രയും വലിയ ഒരു 100 കോടിയോളം വരുന്ന 90 മുതൽ 100 കോടിയോളം വരുന്ന ഒരു വോട്ടേഴ്സിനെ ലോകത്ത് ഒരു രാജ്യവും ഹാൻഡിൽ ചെയ്യുന്നില്ല. ഇതിന്റെ ഏറ്റവും വലിയ രാജ്യം പോലും ഇതിന്റെ 5-1 പോലും ഹാൻഡിൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മളെ അതൊന്ന് പിന്നെ ഈ വോട്ടേഴ്സ് ലിസ്റ്റ്, ഓഫ് കോഴ്സ് വോട്ടേഴ്സ് ലിസ്റ്റിനകത്ത് കണ്ടമാണ്. ഇത് ഇപ്പോഴൊക്കെയാണ്, പണ്ട് ഫോട്ടോ പോലും ഇല്ലായിരുന്ന കാലഘട്ടത്തിലുള്ള അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കുക. അതുകൊണ്ടാണ് ഈ തിരിച്ചറിയൽ കാർഡ് 8-10 ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള, അതിനകത്ത് തന്നെ ഒരു കൃത്യതയില്ല. പിന്നെ കഴിയുന്ന ഒരു ശരിക്കുമുള്ള ഒരു വോട്ടറെ വോട്ട് ചെയ്യിക്കണമെന്നുള്ളതാണ്. പിന്നെ വോട്ടേഴ്സ് ലിസ്റ്റ് പല ഘട്ടങ്ങളിലാണ് ചേർക്കുന്നത്. ഡീലിമിറ്റേഷൻ തൊട്ട് തുടങ്ങുന്ന ഒരു പ്രോസസ്സാണ്. അതിൽ രാഷ്ട്രീയ പാർട്ടികൾക്കും ജനങ്ങൾക്കും എല്ലാം ഇടപെടാനായിട്ടുള്ള അവസരമുണ്ട്. അവർക്ക് കറക്ഷൻ നടത്തേണ്ടതാണ്. ഈവൻ ഒരു ബൂത്തിൽ തന്നെ 1000 വോട്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ വോട്ടേഴ്സ് ലിസ്റ്റ് അവർ കരട് രൂപത്തിൽ തൊട്ട് കാണുന്നതാണ്, അവർ ബന്ധപ്പെടേണ്ടതാണ്. അപ്പം പ്രധാനപ്പെട്ട 2 കക്ഷികളെങ്കിലും, കേരളത്തിലൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ 3ാമത്തെ കക്ഷി കൂടി അത് കാണുന്നുണ്ടാവും. അവരത് നോക്കിയിട്ട് ഇങ്ങനെ കതിരതബ കാക്കുകുയി എന്നൊക്കെ അഡ്രസ് ആണെങ്കിൽ അവർ സൈറ്റ് ചെയ്യാവുന്ന, എളുപ്പം കണ്ടുപിടിക്കാവുന്ന, ക്ലറിക്കലായിട്ട് കണ്ടുപിടിക്കാവുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സൈറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് കണ്ടത്. പിന്നെ രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനത്തെ കുറിച്ച് പറഞ്ഞു, അതാണല്ലോ നിങ്ങൾ ചോദിച്ചത്. രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനത്തില് പ്രസന്റേഷൻ നല്ലതായിരുന്നു. അത് ഞാൻ പറഞ്ഞ കാര്യമാണ്. അത് സ്വാഭാവികമായിട്ട് രാഷ്ട്രീയക്കാരൊന്നും ഇങ്ങനെ ഈ സ്ലൈഡുകളൊന്നും വെച്ച് കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് പ്രസന്റ് ചെയ്യാറില്ല. അത് നല്ലൊരു വെൽക്കം സൈൻ ആണ് എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ പുള്ളി അതിനെ തുടങ്ങി വെച്ച കാര്യങ്ങൾ തൊട്ട് അതിനകത്ത് ഒരുപാട് ന്യൂനതകളും ഇറേഴ്സും ഉണ്ടായിരുന്നു. അത് ഫാക്ച്വൽ ആയിട്ടുള്ള ഇറേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ എന്താണ് പറയുന്നത്, അതിന്റെ ക്രെഡിബിലിറ്റി കുറയ്ക്കുന്ന രീതിയിലുള്ള ന്യൂനതകൾ ഉണ്ടായിരുന്നു. അത് കാര്യം തുടങ്ങിയത് തന്നെ അവിടെ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ 7 അസംബ്ലി സെഗ്മെന്റ് ഉണ്ട്. അതിൽ 6 കോൺഗ്രസ് ജയിച്ചു. 7ാമത്തെ ഒരൊറ്റ ഇതിൽ BJP, അവിടെ എത്ര ഭൂരിപക്ഷം, അതെല്ലാം തെറ്റാണ്. അത് ബേസിക്കലി ഫാക്ച്വലി തെറ്റാണ്. അതിപ്പം രാജീവ് ഗാന്ധി പറഞ്ഞാലും മോദി പറഞ്ഞാലും ഫാക്ച്വലി തെറ്റാണെങ്കിൽ തെറ്റാണ്. കോൺഗ്രസ് അവിടെ 7-ൽ 6 ജയിച്ചിട്ടില്ല. അവിടെ ആക്ച്വലി 8 സെഗ്മെന്റുകളുണ്ട്. അത് ഏതാണ്ട് ബലാബലമാണ്, സമനിലയിലാണ് അസംബ്ലി സെഗ്മെന്റ് വന്നത്. പിന്നെ ആ മണ്ഡലത്തിൽ സ്ഥിരമായി BJP ജയിക്കുന്ന മണ്ഡലമാണ്. മാത്രമല്ല ആ 2024 തെരഞ്ഞെടുപ്പിൽ അവരുടെ ഭൂരിപക്ഷം വൻതോതിൽ കുറയുകയാണ് ഉണ്ടായത്. ക്രമക്കേട് നടത്തിയിട്ട് ഭൂരിപക്ഷം മുന്നേ ഉള്ളതിനേക്കാൾ കുറഞ്ഞു എന്നൊക്കെ പറയുന്നത് തന്നെ ലോജിക്കലി അല്ല. ഈ ക്രമക്കേട് എന്താണ് എന്ന് പറയുമ്പോൾ, ഈ ക്രമക്കേട് വോട്ട് ഇല്ലാത്ത ആളുകൾ അതിനകത്ത് ചേർന്നു, അവരെല്ലാം പോയി BJPക്ക് വോട്ട് ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നല്ലാതെ അവരെല്ലാം BJPക്ക് വോട്ട് ചെയ്തത് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. അവരെല്ലാം കോൺഗ്രസിനാണ് വോട്ട് ചെയ്തതെന്ന് വേണമെങ്കിൽ മറുവശത്തിനും പറയാം. വോട്ടേഴ്സ് ലിസ്റ്റിൽ ക്രമക്കേട് ഉണ്ടെന്ന് ആണ് തെളിയിക്കേണ്ടത്. അതിന് നിങ്ങൾ ചോദിച്ചു ഇലക്ഷൻ കമ്മീഷന്റെ അഭിപ്രായം തൃപ്തികരമാണോ. ഇൻഡിവിജ്വലായിട്ട് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞ കേസുകളിലെല്ലാം തന്നെ ഇലക്ഷൻ കമ്മീഷന്റെ അഭിപ്രായം തൃപ്തികരമാണോ. ഇലക്ഷൻ കമ്മീഷൻ ഉത്തരങ്ങൾ തൃപ്തികരമാണ്.
പിന്നെ ഇലക്ഷൻ കമ്മീഷന്റെ വായിൽ നിന്ന് കുറെ ഡയലോഗുകൾ, തഗ് ഡയലോഗുകൾ വന്നു. അതിനോടൊന്നും എനിക്ക് യാതൊരുവിധ യോജിപ്പുമില്ല. ഇതൊന്നും ഇലക്ഷൻ കമ്മീഷൻ പറയേണ്ടതല്ല. ഇലക്ഷൻ കമ്മീഷന് ദേഷ്യം വരിക എന്ന് പറയുന്നത്, അല്ല ഇലക്ഷൻ കമ്മീഷൻ വന്യമായി പ്രതികരിക്കുക എന്ന് പറയുന്ന ഒന്നും ഒരു ഭരണഘടനാ സ്ഥാപനത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യമല്ല. രാഹുൽ ഗാന്ധിക്ക് വേണമെങ്കിൽ പറയാം, രാഷ്ട്രീയക്കാർക്ക് പറയാം, കാരണം ഓഫ് കോഴ്സ് അത് അവരുടെ ബ്രെഡ് ആൻഡ് വാട്ടർ ആണ്, അത് ചെയ്യാം. പക്ഷെ ഒരിക്കലും ഇലക്ഷൻ കമ്മീഷൻ ആ രീതിയിലുള്ള ഓരോന്ന് ചിലതിന് കൊടുത്ത ഉത്തരങ്ങൾ അതിനോട് എനിക്ക് വളരെ ഒബ്ജക്ഷനബിൾ ആണ്. പിന്നെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഇപ്പൊ നിങ്ങൾ പെട്ടെന്ന് ചോദിച്ചോണ്ട് കുറെ നാളായല്ലോ അത് നടന്നിട്ട്. ബേസിക്കലി എന്തായിരുന്നു അത്? ഈ ഡിജിറ്റൽ ആയിട്ടുള്ള ഇത് കൊടുക്കാത്തത് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു അത് ഡിജിറ്റലായിട്ട് കൊടുക്കാഞ്ഞത് ടാമ്പർ ചെയ്യും എന്നുള്ളത് കൊണ്ട് ആണ് ഞങ്ങൾ കൊടുക്കാതിരുന്നത് എന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് എൻ്റെ ജസ്റ്റ് ലൈക്ക് അല്ല അന്നേരം അതാണ് പറഞ്ഞതെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പൊ ഡിജിറ്റലായിട്ട് കൊടുക്കുക ടാമ്പർ ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിജിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതിനകത്ത് നമുക്ക് സെർച്ച് ചെയ്യാൻ എളുപ്പമുണ്ട്, ഫൈൻഡ് ചെയ്യാൻ എളുപ്പമുള്ള ഒരു സംഗതിയാണ്. അപ്പൊ അങ്ങനെ ഒരു സാധനത്തിൽ ടാമ്പർ ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞതിന് പലരും പറയുന്നുണ്ട്. ഇത് ഞാൻ അന്ന് കുറെ ചാനലുകളിൽ കേട്ടതാണ്. അതായത് ഇലക്ഷൻ കമ്മീഷന്റെ ഒറിജിനൽ ആയിട്ട് ഒരു സംഗതി ഉണ്ട്, അതിന്റെ ഒരു 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 മെമ്മറി സ്റ്റിക്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു CD ഒന്നും ഇപ്പൊ ഇല്ലല്ലോ, ആർക്കെങ്കിലും കൊടുക്കുക, അവരതിനകത്ത് ടാമ്പർ ചെയ്താലും ഇലക്ഷൻ കമ്മീഷന്റെ കയ്യിലുള്ള ഡേറ്റ അതേപോലെ ഉണ്ടാകില്ലേ എന്നൊക്കെ ചോദിച്ച വളരെ മൃദുൽ വിശദീകരണങ്ങളൊക്കെ ഞാൻ കേട്ടു. ആക്ച്വലി ഇലക്ഷൻ കമ്മീഷൻ ഉദ്ദേശിച്ചതും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ നമുക്കൊരു കോപ്പി അല്ലെങ്കിൽ നമുക്ക് അത് ഇങ്ങോട്ട് ഡൗൺലോഡ് ചെയ്യാൻ തന്നു കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷന്റെ കയ്യിലിരിക്കുന്ന സെർവറിൽ ഡേറ്റ മാറില്ല എന്ന് മനസ്സിലാക്കുന്നതിന് പ്രത്യേകിച്ച് അത് മനസ്സിലാക്കാത്തവരാണ് ഇലക്ഷൻ കമ്മീഷൻ എന്നൊക്കെ പറയുന്നത് വളരെ വളരെ കഴമ്പില്ലാത്ത ഒരു ന്യായമാണ്. ആക്ച്വലി അവർ ഉദ്ദേശിച്ചതാണ്, നിങ്ങൾക്ക് ഇന്റർഫിയർ ചെയ്യാൻ കഴിയാവുന്ന ഒരു കോപ്പി വന്നു കഴിഞ്ഞാൽ ആ കോപ്പി വെച്ച് നിങ്ങൾ ഇന്റർഫിയർ ചെയ്ത് മറ്റുള്ളവരെ കാണിക്കും എന്നാണ്, നിങ്ങളുടെ പ്രൊപ്പഗാൻഡയ്ക്ക് ഉപയോഗിക്കുന്നത്. അല്ലാതെ ഇലക്ഷൻ കമ്മീഷന്റെ കയ്യിലിരിക്കുന്ന ഡേറ്റ നിങ്ങൾ മാറ്റുമെന്നല്ല. അങ്ങനെയാണ് അവർ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞ് അവരെ എന്തെങ്കിലും പറയുന്നതിൽ അതൊക്കെ വെറും വളരെ LKG ലെവൽ സാധനമാണ്. ഞാൻ ബാക്കിയൊന്നും ഓർക്കുന്നില്ല. തൃപ്തികരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവിൽ ഈ സ്പെസിഫിക് ആയിട്ടുള്ള കേസുകളെല്ലാം ഉന്നയിച്ച രാഹുൽ ഗാന്ധി ഓരോ വ്യക്തിപരമായിട്ട് ഉന്നയിച്ച കേസുകൾ, അതിലെല്ലാം ഞാൻ അതിനെക്കുറിച്ച് മറുപടി പറഞ്ഞതാണ്. പിന്നെ മാത്രമല്ല, ഇതിനകത്ത് ണെങ്കിൽ ഞാൻ വീണ്ടും 10 ആരോപണം ഉന്നയിക്കാം, വീണ്ടും കുറെ പ്രസ് മീറ്റ് നടത്താം എന്നുള്ള രീതിയിലല്ല ശരിക്കും ഇത് പോകേണ്ടത്. കാരണം ഇത് പുറത്തു കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ട് ആക്ച്വലി ചെയ്യുന്ന ഈ സിസ്റ്റം പരിഹരിക്കുക, സിസ്റ്റം ശരിയാക്കിയെടുക്കുക, വോട്ടേഴ്സ് ലിസ്റ്റ് കുറെ കുറ്റമറ്റതാക്കുക എന്നുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇന്റന്റ് ആണ് കാണിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നില്ല. ബേസിക്കലി ഇതെല്ലാം ഒരു പർട്ടിക്കുലർ പാർട്ടിക്ക് അവരെ വോട്ട് മോഷ്ടിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇതിനകത്ത് ക്രമക്കേട് എന്നാണ്. ഒരു വോട്ടേഴ്സ് ലിസ്റ്റിലെ ആളുകളുടെ പേര് ചേർക്കണം തൊട്ട് അവസാനം വോട്ടേഴ്സ് ലിസ്റ്റ് ഫൈനലൈസ് ചെയ്യുന്നവരെയുള്ള കാര്യങ്ങളിലേക്കൂടെ കടന്നു പോകുന്ന സാധാരണ സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാവും അങ്ങനെ അല്ല അത് സംഭവിക്കുന്നത്. അത്രേ ഉള്ളൂ എനിക്കതിനകത്ത് പറയാം.